എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ കലണ്ടർ വെച്ചിട്ടുള്ള 2 റീയൂസ് ഐഡിയകളായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് തപ്പി നോക്കിയാൽ കിട്ടാതിരിക്കില്ല പഴയ കലണ്ടർ. നമ്മൾ സാധാരണ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പഴയ കലണ്ടർ കളയാണ് ചെയ്യുക. പണ്ടൊക്കെ ബുക്ക് പൊതിയാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ ബ്രൗൺ പേപ്പറൊക്കെ ആയപ്പോൾ അതിനും നമ്മൾ കലണ്ടർ യൂസ് ചെയ്യാറില്ല. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കലണ്ടറിൻ്റെ പേപ്പർ സാധാരണ പേപ്പറിനേക്കാളും കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്. നല്ല പേപ്പറായിരിക്കും. പിന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പേപ്പറിലും കലണ്ടർ നമുക്ക് കിട്ടാറുണ്ട്. ആ കലണ്ടറാണ് കൂടുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ വീഡിയോയിൽ നിന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു പഴയ കലണ്ടർ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു 3 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോ പേജും 3 ഈക്വൽ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം നല്ല ഒരേപോലെയുള്ള പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ വ്യത്യാസമൊന്നും ഉണ്ടായാലും പ്രശ്നമില്ല. ഇനി നമുക്ക് ഓരോ പീസും ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഉള്ളിലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ റോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ചെറിയ ഇർക്കിളിൻ്റെ കഷ്ണം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് മാത്രം ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ പീസുകളും ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്റ്റിക്കുകൾ പോലെ നല്ല ബലത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഇതിൻ്റെ ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണം. 2 സൈഡും ഒരേ ലെവലിൽ വരണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അതും കൂടി നമ്മൾ എടുത്ത് വയ്ക്കുക. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി വട്ടത്തിലായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മരുന്നിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു വായഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഏകദേശം ഈ ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബ്ലാക്കാണ് ഞാൻ കളർ ചെയ്യാനായിട്ട് എടുത്തത്. ഇപ്പോൾ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഫുൾ ഉണങ്ങുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ ചുറ്റും ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഈ പേപ്പറുകളൊക്കെ ഒന്ന് ആദ്യം വെക്കുന്നത്. റബ്ബർ ബാൻഡ് ആകുമ്പോൾ നമുക്ക് നീക്കാനൊക്കെ പറ്റും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു പേപ്പർ റോളിൻ്റെ മുകളിൽ ഒരെണ്ണം വരാതെ പതുക്കെ ഇങ്ങനെ നീക്കിയിട്ട് ആ ബോട്ടിലിന് ചുറ്റുമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പൂ വിരിയുന്ന പോലെ അത് ഒന്ന് ഇങ്ങനെ വിടർന്ന് കിട്ടും. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുത്തു. ബ്ലാക്ക് പേപ്പറിൻ്റെ പീസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ബ്ലാക്ക് കളർ ചെയ്യുമ്പോൾ അതുകൂടി കളർ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനത് ഏകദേശം ഒരു റൗണ്ടിൽ കട്ട് ചെയ്തു. നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്തു. ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കടത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത ഈ പേപ്പറിൻ്റെ പീസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് തന്നെ നിൽക്കും, അങ്ങനെ മാറിപ്പോവില്ല. അടുത്തതായിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ സ്ഥാനത്ത് നല്ലൊരു സെല്ലോ ടൈപ്പ് ചുറ്റി കൊടുക്കുക. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത് ചുറ്റിയാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ലേസ് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡെക്കറേഷന് യൂസ് ചെയ്യുന്ന ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കാം.
നമുക്ക് കലണ്ടർ വെച്ചിട്ട് ഒരു അടുത്ത യൂസ് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ആ ഒരു കലണ്ടറാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് നടു മടക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് അടിഭാഗവും ജസ്റ്റ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മടക്കുക. എന്നിട്ട് അതൊന്ന് വിടർത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ കലണ്ടർ ആയതുകൊണ്ട് 2 ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഷീറ്റ് ഒരുമിച്ച് ഒരേ ലെവലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ആ സ്മൂത്തായിട്ടുള്ള ആ ഒരു കലണ്ടർ ആണെങ്കിൽ 2 ഷീറ്റിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഷീറ്റിന് തന്നെ നല്ല ബലം ഉണ്ടായിരിക്കും. ഇപ്പോൾ അടിഭാഗം മടക്കി കഴിഞ്ഞു. ഇനി അവിടെ വീണ്ടും പശ തേച്ചിട്ട് രണ്ടും കൂടി ഒന്ന് കൂട്ടി ഒട്ടിക്കുക. ഇനി ആ മടക്കിനനുസരിച്ച് ഓരോ സൈഡും ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി മടക്കി കൊടുക്കുക. കറക്റ്റ് ഒരു ബാഗിൻ്റെ ഷേപ്പ് വേണം നമുക്ക്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ആ ഒരു വായഭാഗമില്ലേ, അവിടെയും നമ്മൾ കുറച്ച് പേപ്പർ ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കുക. നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു പേപ്പറിൻ്റെ ബാഗ് ശരിയായിട്ടുണ്ട്. നല്ല കലണ്ടർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഒരു സാധാരണ കലണ്ടർ അല്ലേ. നമുക്ക് സാധാരണ ഫ്രൂട്ട്സ് വാങ്ങാനും ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലത്തെ കലണ്ടർ വെച്ചിട്ടുള്ള ബാഗ് യൂസ് ചെയ്യാം. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു പർച്ചേസ് ഇതിൽ നടത്തിയിട്ട് എടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ബാഗ് മാക്സിമം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഐഡിയ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മിനുസമുള്ള ആ ഒരു കലണ്ടറാണ് കൂടുതലും നല്ലത്. ആ ഹോളിടുന്ന ഭാഗത്ത് നമ്മൾ പേപ്പർ ഒന്ന് മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് ഹോളിടുന്നതുകൊണ്ട് ഒരുവിധം വെയിറ്റൊക്കെ ഇതിന് താങ്ങാൻ പറ്റും. പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകുന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഇന്ന് കാണിച്ചു തന്ന 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.